കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഓയിൽ ഇന്ത്യ സുരക്ഷാ പഠനം നടത്തുന്നു. ആഴക്കടലിൽ പര്യവേക്ഷണ കിണർ നിർമ്മിക്കാവുന്ന സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തൽ, പര്യവേക്ഷണം നടത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും ഇവ മറികടക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങളും തുടങ്ങിയവ സംബന്ധിച്ചാണ് പഠനം. ആഴക്കടലിൽ 850 മീറ്റർ വരെ കടലിന്റെ അടിത്തട്ടിലേക്ക് സീസ്മിക് കിരണങ്ങൾ കടത്തിവിട്ടാകും സുരക്ഷാ പഠനം നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടലിന്റെ അടിത്തട്ടിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശേഷമാകും കിണർ നിർമ്മിക്കുക. നിലവിൽ ഓയിൽ ഇന്ത്യയ്ക്ക് പര്യവേക്ഷണത്തിന് അനുവദിച്ചിട്ടുള്ള ബ്ലോക്കുകളിൽ 3.5 കിലോമീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തും. അത്യാധുനിക സൗകര്യങ്ങളുള്ള കപ്പലുകളിൽ ജിയോഫിസിസ്റ്റ്, സർവേയർ, നാവിഗേറ്റർ, ടെക്നീഷ്യൻ തുടങ്ങിയവരടങ്ങുന്ന വിദഗ്ധ സംഘമാകും പഠനം നടത്തുന്നത്. കൊല്ലം തീരത്തിന് പുറമെ ഉടൻ പര്യവേഷണം ആരംഭിക്കുന്ന ആൻഡമാൻ, ആന്ധ്ര എന്നിവിടങ്ങളിലും പഠനം നടക്കും. ഇതിന്റെ ഭാഗമായി പരിശോധിക്കുന്നത് ഇവയൊക്കെയാണ്: കടലിന്റെ അടിത്തട്ടിലെ മടക്കുകൾ, ചരിവുകൾ, വിള്ളലുകൾ, അടിത്തട്ടിലെ മണ്ണിന്റെ സ്വഭാവം, മറ്റേതെങ്കിലും അപകട സാധ്യതകൾ. 2 പര്യവേഷണ കിണറുകൾ സ്ഥാപിച്ചാകും കൊല്ലം തീരത്ത് ഇന്ധന പര്യവേഷണം നടത്തുന്നത്. ദ്രാവകത്തിന് പുറമെ വാതകങ്ങളുടെ സാന്നിധ്യവും പരിശോധിക്കുന്നുണ്ട്. കൊല്ലം തീരം, ആൻഡമാൻ, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇന്ധന പര്യവേഷണത്തിന്റെ കരാർ ഏറ്റെടുത്ത UK ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ കൂറ്റൻ റിഗായ ബ്ലാക്ക്ഫോർഡ് ഡോൾഫിൻ ഒക്ടോബറിൽ ആൻഡമാനിൽ എത്തിയിരുന്നു. ഓയിൽ ഇന്ത്യയുമായുള്ള കരാറിന്റെ തുടർ നടപടികളും ഇമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ് നടപടികളും പൂർത്തിയാക്കി. തീരം കേന്ദ്രീകരിച്ച പര്യവേഷണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. സുരക്ഷാ പഠനം പൂർത്തിയാകുന്നതോടെ ആൻഡമാനിൽ പര്യവേഷണം ആരംഭിക്കും. അവിടെ പൂർത്തിയാകുന്നതിന് പിന്നാലെ കൊല്ലം തീരത്ത് പര്യവേഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്തിനു പുറമെ ആന്ധ്രയിലെ അമലാപുരം, കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പര്യവേഷണം നടത്തുക. രണ്ടിടത്തും പ്രാരംഭ നടപടികൾ ഡോൾഫിൻ ഡ്രില്ലിംഗ് AS കമ്പനി നേരത്തെ പൂർത്തിയാക്കി. ജലനിരപ്പിൽ നിന്ന് 6000 മീറ്റർ വരെ ആഴത്തിലാണ് പര്യവേഷണത്തിനായി കൂറ്റൻ കിണറുകൾ നിർമ്മിക്കുന്നത്. 2020 കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പര്യവേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പര്യവേഷണം നടത്തുന്നത്. വാതക ഇന്ധന സാധ്യതകൾ കൂടി പ്രതീക്ഷിച്ചാണ് പര്യവേഷണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പര്യവേഷണത്തിനുള്ള ഡ്രില്ലുകൾ, കൂറ്റൻ പൈപ്പുകൾ, മറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും. ഇതിനുള്ള കൂറ്റൻ യാർഡ്, പ്ലാന്റ്, പര്യവേഷണ കപ്പലിനും ചെറു കപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടിൽ സ്ഥാപിക്കും. 2 പര്യവേഷണ കിണറുകൾ സ്ഥാപിച്ചാകും കൊല്ലം തീരത്ത് ഇന്ധന പര്യവേഷണം നടത്തുക. കൊല്ലത്ത് വൻ ഓയിൽ ശേഖരമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ദ്രാവകത്തിന് പുറമെ വാതകങ്ങളുടെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. കൊല്ലം തീരം, ആൻഡമാൻ, ആന്ധ്ര എന്നിവിടങ്ങളിൽ ഇന്ധന പര്യവേഷണത്തിന്റെ കരാർ ഏറ്റെടുത്ത UK ആസ്ഥാനമായ ഡോൾഫിൻ ഡ്രില്ലിംഗിന്റെ കൂറ്റൻ റിഗായ ബ്ലാക്ക്ഫോർഡ് ഡോൾഫിൻ ഒക്ടോബറിൽ ആൻഡമാനിലെത്തിയിരുന്നു. ഓയിൽ ഇന്ത്യയുമായുള്ള കരാറിന്റെ തുടർ നടപടികളും ഇമിഗ്രേഷൻ, കസ്റ്റംസ് ക്ലിയറൻസ് നടപടികളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തീരം കേന്ദ്രീകരിച്ച പര്യവേഷണത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സുരക്ഷാ പഠനം പൂർത്തിയാകുന്നതോടെ ആൻഡമാനിൽ ഈ പറഞ്ഞ പര്യവേഷണം ആരംഭിക്കുന്നതായിരിക്കും. അവിടെ പൂർത്തിയാകുന്നതിന് പിന്നാലെ കൊല്ലം തീരത്തേക്ക് പര്യവേഷണം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിന് പിന്നാലെയായിരിക്കും ആന്ധ്രയിലെ പര്യവേഷണം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.